ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോപ്പറേറ്റീവ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഇൻ ആഫ്രിക്ക എന്നുള്ള ചാപ്റ്ററിലെ മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ബിസിനസ് അഡ്വൈസറി സർവീസസിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് ബിസിനസ് അഡ്വൈസറി സർവീസസ് നോക്കാം. ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ഈ ഒരു ആസ്പെക്ട്സ് നമ്മളിപ്പോൾ ഒരു കോട്ടൺ മാർക്കറ്റിംഗ് ഗ്രൂപ്പിൻ്റെ ബേസിക് ബുക്ക് കീപ്പിംഗ് സിസ്റ്റം തുടങ്ങി ഒരു കോപ്പറേറ്റീവ് യൂണിയൻ്റെ സോഫിസ്റ്റിക്കേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അതായത് ആധുനിക മാനേജ്മെൻറ്റ് സിസ്റ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു ആസ്പെക്ട്സ് ആണ് ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫുൾ സർക്കിൾ കൺസെപ്റ്റാണ് ഇത്. മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു ഫുൾ സർക്കിൾ കോൺസെപ്റ്റാണ്. ദെൻ ഇറ്റ് കവർ ഫ്രം എ ടു സെഡ് ആക്ടിവിറ്റീസ്. അതായത് ബേസിക് ബുക്ക് കീപ്പിംഗ് മുതൽ, പ്രൈമറി സൊസൈറ്റീസിൻ്റെ ബേസിക് ബുക്ക് കീപ്പിംഗ് മുതൽ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഒരു മോഡേൺ ആയിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇത് കവർ ചെയ്യുന്നുണ്ട്. എല്ലാ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകളും ഓരോ സ്പെസിഫിക് ഗ്രൂപ്പിനും വേണ്ടി മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി യൂണിവേഴ്സൽ സിസ്റ്റംസും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദ മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഡിഫറെൻറ്റ് ആക്ടേഴ്സ് ആർ നോട്ട് കോമ്പീറ്റബിൾ, നോട്ട് ഓൾവേസ് അപ്രോപ്രിയേറ്റ് ആൻഡ് സംടൈംസ് ഓഫ് ഡൗട്ട്ഫുൾ ക്വാളിറ്റി. അപ്പോൾ പലപ്പോഴും ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്, ഇപ്പം നമ്മൾ പറഞ്ഞു ഓരോ സ്പെസിഫിക് ഗ്രൂപ്പിനും സെപ്പറേറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകൾ. അപ്പോൾ പക്ഷേ ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അത് എന്തല്ല എന്നാണ് പറയണത്, അതൊട്ടും ഈ ഒരു ഇതിനെ സ്യൂട്ടബിൾ ആയിരുന്നില്ല. അതുപോലെ തന്നെ എല്ലായ്പ്പോഴും അത് ഉചിതമായിട്ടുള്ളതായിരുന്നില്ല. പിന്നെ പലപ്പോഴും അത് സംശയാസ്പദമായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു. പ്രത്യേകിച്ചും ധാരാളം NGOs ഒക്കെ ഉള്ള രാജ്യങ്ങളിൽ ഇത് അത്ര സ്യൂട്ടബിൾ ആയിരുന്നില്ല, അപ്രോപ്രിയേറ്റ് ആയിരുന്നില്ല. പലപ്പോഴും അതിൻ്റെ ക്വാളിറ്റി ഡൗട്ട്ഫുള്ളും ആയിരുന്നു. ദെൻ അതിന് പുറമെ പല മാനേജ്മെൻറ്റ് സിസ്റ്റംസും ഈ ഒരു സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം വന്നതോടുകൂടെ, അപ്പോൾ അതിലെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം വന്നതോടുകൂടെ ഒരുപാട് എൻവിയോൺമെൻറ്റൽ ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേഞ്ചസിൻ്റെ ഫലമായിട്ട് പല മാനേജ്മെൻറ്റ് സിസ്റ്റവും ഒബ്സൊളീറ്റായി പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കോപ്പറേറ്റീവ്സിന് ആവശ്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഇവിടെ ഈ ഒരു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായിട്ട് അതിന് ഉചിതമായ അതിനെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം നിർമ്മിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ ഡോണേഴ്സാണ് ഈ ഡോണേഴ്സിൻ്റെ സപ്പോർട്ടോടു കൂടെ ഈ ഒരു ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ്സിൻ്റെ ആവശ്യങ്ങൾക്ക് അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള അതോടൊപ്പം തന്നെ യൂണിവേഴ്സലി അപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം, കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഡിസൈൻ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ ബിസിനസ് അഡ്വൈസറി സർവീസസും അതിനോട് ചേർന്നുകൊണ്ടാണ് പ്രവർത്തിച്ചിരുന്നത്. പിന്നെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബിസിനസ് അഡ്വൈസറി സർവീസസ് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഡൊമൈൻ ആയിരുന്നു. അപ്പോൾ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ സഹകരണ ആ ഒരു
സ്ഥാപനങ്ങളുടെ ആ ഒരു വികസനം, അപ്പോൾ ആ ഒരു സഹകരണ വികസനത്തിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഡൊമൈനായിട്ടാണ് ബിസിനസ് അഡ്വൈസറി സർവീസസ് ഉണ്ടായിരുന്നത്. അതിനത്രയും പ്രാധാന്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ബിസിനസ് അഡ്വൈസറി സർവീസസിൽ അവിടുത്തെ സ്റ്റാഫ് എല്ലായ്പ്പോഴും അവരെ അതിലെ കഴിവുള്ളവരും അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കഴിവുള്ളവരും കമ്മിറ്റ്മെൻ്റ് ഉള്ളവരൊന്നും ആയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബിസിനസ് അഡ്വൈസറി സർവീസസ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഡൊമൈൻ ആയിരുന്നു. പക്ഷേ സ്റ്റാഫ് എങ്ങനെയായിരുന്നില്ല, ഡിഡ് നോട്ട് ഓൾവേസ് ഹാവ് ദ നെസസറി കോമ്പീറ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. അവരെ കോമ്പീറ്റൻസ്, ആവശ്യമായിട്ടുള്ള കോമ്പീറ്റൻസും കമ്മിറ്റ്മെൻറ്റും ഒന്നും ഉള്ളവരായിരുന്നില്ല. അതുപോലെ തന്നെ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പീരീഡിൻ്റെ ആ ഒരു സമയത്തും അതിന് ശേഷവും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ബിസിനസ് അഡ്വൈസറി സർവീസസിന് വലിയ തോതിലുള്ള പ്രാധാന്യം ലഭിച്ചിരുന്നു. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് സിസ്റ്റവും മാർക്കറ്റിംഗ് നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതേസമയം അവരെ ടാർഗറ്റ് ചെയ്തിരുന്നത് പ്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ ഈ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോഗ്രാം വന്നതിന് ശേഷവും അത് ആ ഒരു പീരീഡിലും ഈ ഒരു BASന് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷേ അവരെ പ്രൊഡക്ഷൻ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തത്, മാർക്കറ്റിംഗ് അവരെ അവഗണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രൊഡക്ഷൻ ടാർഗറ്റ് ചെയ്തു, അതേസമയം അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകൾ അവർക്ക് ബെനഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ വിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ് ഒന്നും ആരെ നൽകിയിരുന്നില്ല, ഈ ഒരു അഡ്വൈസറി സിസ്റ്റം നൽകിയിരുന്നില്ല. പക്ഷെ അവിടുത്തെ മേജർ ക്യാഷ് ക്രോപ്സ് ആയിട്ടുള്ള കോഫി ആൻഡ് ടീസ് അവർ മാർക്കറ്റിംഗ് ചാനലുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ ഹാൻഡിക്രാഫ്റ്റ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിൻ്റെ അവസ്ഥ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് ഒരു ബെനഫിഷ്യലായ രീതിയിൽ വിറ്റഴിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ക്വാളിറ്റി, അങ്ങനെ അവരുടെ ആ ഒരു ഇൻക്രീസ്ഡ് ക്വാളിറ്റി പ്രൊഡക്ഷൻ, അപ്പോൾ ഈ ബിസിനസ് അഡ്വൈസറി സർവീസസ് പ്രൊഡക്ഷൻ അവർ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ ക്വാളിറ്റി, അതായത് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ ആ ഒരു വർധനവ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇൻക്രീസ്ഡ് ക്വാളിറ്റി പ്രൊഡക്ഷൻ്റെ ആ ഒരു റിയൽ ബെനഫിറ്റ് ആക്ച്വലി ഇവർക്ക് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തിരുന്നത്. കാരണം അവിടെ ലിമിറ്റഡ് ഡൊമസ്റ്റിക് മാർക്കറ്റാണ് ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഓവർസീസ് മാർക്കറ്റിലേക്ക് പോകുന്നതിനുള്ള ഒരു ഇന്നാക്സസിബിലിറ്റി, അതൊക്കെ കാരണം കൊണ്ട് ഈ ഒരു ഇൻക്രീസ്ഡ് ക്വാളിറ്റി പ്രൊഡക്ഷൻ്റെ റിയൽ ബെനഫിറ്റ് പ്രൊഡ്യൂസേഴ്സിനെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ BAS ഏതാണ്, പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് അത് ആ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് എങ്ങനെ വിൽക്കണം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള അസിസ്റ്റൻസും ഗൈഡൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ILO ഇൻ്റർകൂപ്പ് പ്രോഗ്രാംസ് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ILOയുടെ ഇൻ്റർകൂപ്പ് പ്രോഗ്രാമിലൂടെ ഈ ഒരു സിറ്റുവേഷൻസ് ഒരു പരിധിവരെ ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ഈ ഇൻ്റർകൂപ്പ് ആഫ്രിക്കൻ പ്രൊഡ്യൂസേഴ്സിനെ ഓവർസീസ് ബയേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുവഴി അവരുടെ മാർക്കറ്റ് വൈഡൻ ചെയ്യുന്നതിനുമായിട്ട് സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഒരു എക്സ്പോർട്ട് മാർക്കറ്റ് മാനുവലും ഇൻ്റർകൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ സഹായിച്ചിരുന്നത് ഈ ഒരു ILO ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം, ഇൻ്റർകൂപ്പ് പറയുന്ന പ്രോഗ്രാം ആയിരുന്നു. ഇത്രയാണ് നമുക്ക് ഏതിലെ വരുന്നത്, മാനേജ്മെൻറ്റ് സിസ്റ്റം ആൻഡ് ഡെവലപ്മെൻറ്റ് ബിസിനസ് അഡ്വൈസറി സർവീസസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഇത്രയേ പറയുന്നുള്ളൂ. മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റും ബിസിനസ് അഡ്വൈസറി സർവീസസും ഒക്കെ ആഫ്രിക്കയിൽ ഉണ്ടായിരുന്നു. അവരെ പ്രൈമറി സൊസൈറ്റി മുതൽ അവരുടെ യൂണിയൻ, കോപ്പറേറ്റീവ് യൂണിയൻ്റെ വരെയുള്ള എല്ലാ A to Z കാര്യങ്ങളും ആരെ ചെയ്തിരുന്നു, ഇവരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് ബുക്ക് കീപ്പിംഗ് മുതൽ അവരുടെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവരെ ഹാൻഡിൽ ചെയ്തിരുന്നു. പക്ഷേ അതിലത്തെ എംപ്ലോയീസ് അത്ര
കോമ്പീറ്റൻ്റ് ആയിരുന്നില്ല, പിന്നെ അവർക്ക് അതിനുള്ള അറിവും അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് ആ ഒരു ഉദ്ദേശിച്ച രീതിയിൽ അത് അവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നെ അഡ്വൈസറി സിസ്റ്റം ആണെങ്കിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തത് പ്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ മാക്സിമം അവരെ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, പക്ഷെ അതെങ്ങനെ വിറ്റഴിക്കണം എന്നുള്ളത് അവരുടെ ആ ഒരു ഫോക്കസിൽ ഉണ്ടായിരുന്നില്ല. അല്ലേ, നമ്മളിപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ടിട്ട് കാര്യമൊന്നുമില്ല, അത് നല്ല രീതിയിൽ വിറ്റ് പോവുകയും വേണം. അപ്പോൾ പ്രൊഡക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അവരുടെ മാർക്കറ്റിങ്ങിനെ അവർ പൂർണ്ണമായിട്ടും നെഗ്ലക്റ്റ് ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പം അതും ഒരു പ്രോബ്ലം ആയിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെയുള്ള ഈ ഒരു പ്രശ്നത്തിലുള്ള ഒരു ആൻസർ എന്നുള്ള രീതിയിലാണ് INO അവരുടെ ഒരു ഇൻ്റർകൂപ്പ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആഫ്രിക്കൻ പ്രൊഡ്യൂസേഴ്സിനെ ഓവർസീസ് ബയേഴ്സുമായിട്ട് കോണ്ടാക്റ്റ് സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ മാർക്കറ്റ് ഇതാക്കാനും ചെയ്തു. പിന്നെ അവർ എക്സ്പോർട്ട് മാർക്കറ്റിംഗ് മാനുവൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതുവഴി അവർക്ക് ഒരു പരിധിവരെയൊക്കെ അവരുടെ പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. ദെൻ നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻ്റ് ആണ്. കോപ്പറേറ്റീവ്സ് ആൻഡ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റിൽ ഇപ്പം നമ്മൾ കോമൺ ലാംഗ്വേജിൽ അത് മനസ്സിലാക്കുമ്പോൾ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കോപ്പറേറ്റീവ് സംഘം അല്ലേ, ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ രൂപീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ്സ് രൂപീകരിച്ചിട്ട് പ്രൊഡ്യൂസേഴ്സിൻ്റെ സെൽഫ് ഓർഗനൈസേഷന് പ്രൊമോഷനും അസിസ്റ്റൻസും നൽകുക എന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊമോഷൻ ആൻഡ് അസിസ്റ്റൻസ് ടു സെൽഫ് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ബൈ ഫോമിങ് എ കോപ്പറേറ്റീവ്സ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ സെൽഫ് ഓർഗനൈസേഷനുകൾക്ക് അതിനെ പ്രോത്സാഹനവും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുക ബൈ ഫോമിങ് എ കോപ്പറേറ്റീവ്സ്. അപ്പം അതാണ് നമ്മുടെ സാധാരണ ലാംഗ്വേജിലെ ഈ ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ദിസ് ഡെലിക്കേറ്റ് ഇഷ്യൂ ഹാസ് ടു സൈഡ് അല്ലേ. ഡെലിക്കേറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ സൂക്ഷ്മമായ അല്ലെങ്കിൽ അതിലോലമായിട്ടുള്ള ഈ ഒരു പ്രശ്നം, അത്ര വലിയ ഇതല്ലാത്ത ആ ഒരു പ്രശ്നത്തിന് രണ്ട് സൈഡാണ് ഉണ്ടായിരുന്നത്. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ഒരു കോപ്പറേറ്റീവ്സിൻ്റെ വെരി നേച്ചർ എന്ന് പറയുന്നത് അതൊരു മെമ്പർ ഫോംഡ് ഓർഗനൈസേഷനാണ് അല്ലേ. ഇപ്പോൾ കോപ്പറേറ്റീവ്സിലെ അംഗങ്ങൾ തന്നെ ചേർന്ന് രൂപീകരിക്കുന്നതാണ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് കാണിക്കുന്നത് എന്താണ്, അത് സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ സ്വമേധയാ രൂപീകരിക്കുന്ന അതല്ല കോപ്പറേറ്റീവ്സ്. അത് ബോൺ ലീഡേഴ്സ് ഓർ സ്റ്റേറ്റ് അവരാണ് ഏത് രൂപീകരിക്കുന്നത്, ഈ ഒരു കോപ്പറേറ്റീവ്സ് രൂപീകരിക്കുന്നത്. അപ്പോൾ ആഫ്രിക്കയുടെ ഇതാണ്. അപ്പോൾ സാധാരണ നമ്മൾ പറയുക എങ്ങനെയാണ്, ഇറ്റ് ഈസ് എ മെമ്പർ ഫോംഡ് ഓർഗനൈസേഷൻ, ഇതിൻ്റെ വെരി നേച്ചർ അത് അങ്ങനെ തന്നെയാണ്. പക്ഷേ എക്സ്പീരിയൻസ് പറയുന്നത് ദേ ആർ നെവർ ഫോംഡ് സ്പോണ്ടേനിയസ്ലി ബട്ട് ബൈ ബോൺ ലീഡേഴ്സ് ഓർ സ്റ്റേറ്റ്. അത് ലീഡേഴ്സും സ്റ്റേറ്റും ഒക്കെ ചേർന്നാണ് രൂപീകരിക്കുന്നത്. അപ്പോൾ ഒട്ടുമിക്ക ആഫ്രിക്കൻ കോപ്പറേറ്റീവ്സും രൂപീകരിച്ചിരിക്കുന്നത് മെമ്പേഴ്സ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലെ മെമ്പേഴ്സ് അല്ല ആ ഒരു ഓർഗനൈസേഷൻ രൂപീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ കുറച്ച് മാത്രം പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനാണ് അവരുടെ ഇക്കോണമി ഡെവലപ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കോണമി ഡെവലപ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ച് മാത്രം പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന അല്ലെങ്കിൽ ഈ ഒരു കോപ്പറേറ്റീവ്സിൻ്റെ ഈ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പ്രധാന പ്രശ്നം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് മുന്നിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അതായിരുന്നു അവിടെ ഉള്ള ഒരു കാരണം. അവരുടെ ഇക്കോണമി ഡെവലപ്മെൻറ്റിനെ, അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിന് അത് ഏതല്ല പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ്റെ സ്വാധീനം വളരെയധികം ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ കുറച്ച് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ മാത്രമാണ് എക്കണോമി ഡെവലപ്മെൻറ്റ് അഫക്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ മുന്നിലുള്ള പ്രധാന പ്രശ്നം ഇതാണ്.
എന്താണ് ഈ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷനെ ഏത് രീതിയിൽ പ്രൊമോട്ട് ചെയ്യണം, ദ വേ ഓഫ് പ്രൊമോട്ടിങ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ. അപ്പോൾ അവരുടെ ആ ഒരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ അവർക്ക് പ്രിവിലേജസ് അനുവദിക്കാം, അതുപോലെ തന്നെ ഗ്രാൻഡ് ആൻഡ് ലോൺസ് ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ റൈറ്റ് ആണ് അവർക്ക്. പക്ഷേ ഈ ഒരു പ്രിവിലേജസും ഗ്രാൻറ്റും ലോണുകളും നൽകുന്നത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ അത് അനുവദിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ സാധ്യമാകണം എന്നില്ല. അപ്പോൾ കുറേ ഈ ഒരു ഇങ്ങനെ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവരെ രൂപീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് ലോൺ അനുവദിക്കാം, ഇതൊക്കെ അനുവദിക്കുന്നത് കൊണ്ട് മാത്രം ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യണം എന്നില്ല, അല്ലെങ്കിൽ അതൊരു ഗ്രൂപ്പ് രൂപീകരണം സാധ്യമാകണം എന്നില്ല. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് ആ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്? അപ്പോൾ അവിടെ പ്രൊമോട്ടേഴ്സ് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് സിംഗിളായിട്ട് നിൽക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അവരുടെ ബാർഗൈനിങ് പവർ അല്ലേ, അവരുടെ ആ വില പേശാനുള്ള ആ ഒരു ശക്തി അത് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് അവർക്ക് ലാർജ് സ്കെയിൽ ബേസിസിൽ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇക്കോണമീസ് ഓഫ് സ്കെയിൽസ് അതിൽ നിന്ന് അവർക്ക് ഒരു ബെനഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിൻ്റെ ബാർഗൈനിങ് പവർ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ലാർജ് സ്കെയിൽ ബേസിസിലെ പ്രൊഡക്ഷൻ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യക്തിക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങൾ അത് ആർക്ക് കൊടുക്കണം? ഈ പ്രൊഡ്യൂസേഴ്സിനെ നൽകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അതാണ് നോട്ട് ചെയ്യേണ്ടത്, അത് ഈ ഒരു ആളുകളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്യുന്നതിന് ആ തീരുമാനമെടുക്കേണ്ടത് ആരായിരിക്കണം? മെമ്പേഴ്സ് മാത്രമായിരിക്കണം. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യാനായിട്ട് പ്രൊമോട്ടേഴ്സിനെ അവർക്ക് എന്ത് കൊടുക്കാം? അസിസ്റ്റൻസ് കൊടുക്കാം. നിങ്ങളിങ്ങനെ സിംഗിളായിട്ട് ചെയ്യുന്നതിന് പകരം ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ നിങ്ങൾ ബാർഗെയിനിങ് പവർ ഇൻക്രീസ് ചെയ്യും, ഇക്കോണമീസ് ഓഫ് സ്കെയിലിൽ നിന്നുള്ള ബെനഫിറ്റ് നമുക്ക് നേടാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ഫോം ചെയ്യിക്കണം. ഒപ്പം തന്നെ നമുക്ക് അവർക്ക് സ്പെഷ്യൽ റൈറ്റ്സും ഗ്രാൻറ്റും ലോണുകളൊക്കെ അനുവദിക്കുകയും ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നതാണ്, ദ ഡിസിഷൻ ടു ക്രിയേറ്റ് ഓർ ജോയിൻ എ ഗ്രൂപ്പ് ഈസ് ടു ബി ടേക്കൺ ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി. അത് പക്ഷേ മെമ്പേഴ്സ് മാത്രമായിരിക്കണം, അവിടെ പ്രൊമോട്ടേഴ്സിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇവരെ മെമ്പേഴ്സ് എല്ലാവരും ചേർന്ന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പ്രൊമോട്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതവർക്ക് ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ILO അവരുടെ പ്രോജക്റ്റുകളായിട്ടുള്ള മാറ്റ്കോം, അതുപോലെ തന്നെ അക്കോപാം, അപ്പോൾ അതിലൂടെയും, അതുപോലെ തന്നെ UN-ൻ്റെ ഓർഗനൈസേഷനാണ് യുണൈറ്റഡ് നേഷൻസിൻ്റേതാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻസ്. അവരൊക്കെ വളരെ വിജയകരമായിട്ട് ഈ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വികസിപ്പിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങൾക്കും അപ്ലിക്കബിളായിട്ടുള്ള രീതിയിൽ. അപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷാൾ നോട്ട് ബി മെയ്ഡ് ആൻ എൻഡ് ഓർ ഗോൾ. അതൊരു ലക്ഷ്യമായിട്ടല്ല അവർ ചെയ്യുന്നത്. അതെന്താണ്? പ്രൊഡ്യൂസേഴ്സിൻ്റെ ആ ഒരു കോമൺ ഗോള് അത് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടൂള്, പ്രൊഡ്യൂസേഴ്സിനുള്ള ഒരു ടൂളായിട്ടാണ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കതിൽ വരുന്നത് ബെസ്റ്റ് പ്രാക്ടീസസ് ആണ്. അതായത് നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് എൻവിയോൺമെൻറ്റിന് അത് അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് സാധ്യമാകണമെങ്കിൽ
അതിനെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ് ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കണ്ടക്സീവ് എൻവിയോൺമെൻറ്റ് ഇറ്റ് ഷാൽ ബിഗിൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ. അപ്പോൾ ആ ഒരു കണ്ടക്സീവ് എൻവിയോൺമെൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിനെ ഫേവറബിൾ ആയിട്ടുള്ള ആ ഒരു എൻവിയോൺമെൻറ്റിനെ കുറിച്ച് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു എൻവിയോൺമെൻറ്റ് ഇറ്റ് ഷാൽ ബിഗിൻ ഫ്രം ഗ്രാസ് റൂട്ട് ലെവൽ അല്ലേ, അത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് വേണം അത് തുടങ്ങാനായിട്ട്. നമ്മൾ പറയില്ലേ, കടക്കിലാണ് എപ്പോഴും വളം വെക്കേണ്ടത്, അതിൻ്റെ തലയിലല്ല, ഒന്നും തലക്കിലല്ല പറയും. എന്ന പോലെ തന്നെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വേണം അത് ആരംഭിക്കാനായിട്ട്. അപ്പോൾ ഇത് തന്നെ പുതിയ ഡെവലപ്മെൻറ്റ് പോളിസീസ് ഉൾപ്പെടെയുള്ള റിഫോം പ്രോഗ്രാമുകൾ, അതായത് പരിഷ്കരണ പരിപാടികൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് പല രാജ്യങ്ങൾക്കും കാരണമായി. അപ്പോൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് വേണം ഈ ഒരു ഇതിനെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം പുതിയ ഡെവലപ്മെൻറ്റ് പോളിസി ഉൾപ്പെടെയുള്ള റിഫോം പ്രോഗ്രാമുകൾ വികസിപ്പിച്ചെടുക്കാൻ ഇത് പല രാജ്യങ്ങൾക്കും കാരണമായി. പിന്നെ ILO റെക്കമെൻഡ് ചെയ്തിരുന്നത് ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചാണ്. പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചസ് ആണ് ILO റെക്കമെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഡോണേഴ്സും എന്ത് ചെയ്തിരുന്നു, ഈ ഒരു കോപ്പറേറ്റീവ് റിഫോംസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് അവരും നൽകിയിരുന്നു. അവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോപ്പറേറ്റീവ് പോളിസി ആൻഡ് ലെജിസ്ലേഷൻ അല്ലേ, സഹകരണ നയവും നിയമനിർമ്മാണം, അപ്പോൾ അതുപോലെയുള്ള വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫീൽഡുകളിലെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ഒക്കെ ആരെ പ്രൊവൈഡ് ചെയ്തിരുന്നു, ഡോണേഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ റീജിയണൽ ആൻഡ് നാഷണൽ ലെവലിൽ അവരെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ നൽകിക്കൊണ്ട് ഇവരും എന്തിൻ്റെ ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോപ്പറേറ്റീവ് റിഫോംസിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ ILO ഇതുപോലെയുള്ള കോപ്പറേറ്റീവ് റിഫോംസ് സക്സസ്ഫുൾ ആയിട്ട് അത് ഡിസൈൻ ചെയ്യുകയും ഇംപ്ലിമെൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഇറ്റ് ഹാസ് ബീൻ കൺസിഡേർഡ് ബൈ സെവറൽ ഡോണേഴ്സ് പ്രൈമസ് ഇൻ്റർപയേഴ്സ് അല്ലേ, പല ഡോണേഴ്സും ഇതിനെ പ്രൈമസ് ഇൻ്റർപയേഴ്സ് ആയിട്ട് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൈമസ് പാരീസ് അല്ല, പയേഴ്സ് ആണ് കേട്ടോ, PARES ആണ്. പ്രൈമസ് ഇൻ്റർപയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ ഫ്രേസ് ആണ്. നമ്മൾ പറയില്ലേ ദ ഫസ്റ്റ് എമംഗ് ഈക്വൽ എന്ന് പറയില്ലേ, തുല്യരിൽ ആദ്യത്തേത് എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലേ. ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സിൽ പറയുന്നത് ഇപ്പോൾ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിനെ, അതായത് കാർഷിക ഗ്രാമവികസനത്തിന് ഒരു സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ, സുസ്ഥിരമായിട്ടുള്ള നിക്ഷേപം നടത്താൻ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചറൽ റൂറൽ ഡെവലപ്മെൻറ്റിനെ എന്ത് വേണം, അതിന് ഒരു സസ്റ്റൈനബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ റിലയൻ്റ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുകൾ വേണം. അപ്പോൾ ഇത് തന്നെയാണ് നമുക്ക് ബെസ്റ്റ് വേ ടു സ്യൂട്ടബിൾ ജോബ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇൻകം അല്ലേ. നമുക്ക് വരുമാനത്തിനായിട്ടുള്ള ജോലികളോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ഒക്കെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സുസ്ഥിരമാക്കുന്നതിനും അതുപോലെ തന്നെ എക്യുപ്മെൻസും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു മികച്ച മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകളൊക്കെ രൂപീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഓർഗനൈസിങ് പ്രൊഡ്യൂസേഴ്സ്, അപ്പം നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്ന സമയത്ത് ചില റൂൾസ് അവിടെ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഫോളോയിങ് റൂൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് മസ്റ്റ് ബി അസോസിയേറ്റഡ് ടു ഓൾ സ്റ്റെപ്പ് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് അല്ലേ.
അപ്പോൾ ഈ ഒരു ഇതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ഒരു ഓർഗനൈസേഷൻ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും, അതായത് അതിൻ്റെ ബിഗിനിങ് തൊട്ട് എൻഡ് വരെ എല്ലാ ഘട്ടങ്ങളിലും അവരെ അസോസിയേറ്റ് ചെയ്യണം. അതായത് അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അതായത് മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം കമ്മിറ്റ്മെൻറ്റ് ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ അവരുടെ മാക്സിമം കമ്മിറ്റ്മെൻറ്റ് അവരെ എടുത്തിരിക്കണം. അതാണ് ഒരു റൂള് പറയുന്നത്. അപ്പം ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസ് ചെയ്യുമ്പോൾ അവരെ നോക്കേണ്ട ഒരു റൂൾ പ്രധാനപ്പെട്ട ഒരു റൂൾ അതാണ്. ആദ്യം തൊട്ട് അവസാനം വരെ പ്രൊഡ്യൂസേഴ്സ് അതിലെ എല്ലാ ഘട്ടങ്ങളിലും അവരതിലെ ഒരു യോജിച്ചുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അവരുടെ പൂർണ്ണമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് അല്ലേ, പരമാവധി കമ്മിറ്റ്മെൻറ്റ് അവരതിലേക്ക് കൊടുക്കുകയും വേണം. പിന്നെ പറയുന്നത് മെമ്പേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുള്ള കോമൺ ഗോള് തന്നെ ആയിരിക്കണം പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ അറിയാം, കുറേ ആളുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, പൊതുവായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുറേ ആളുകൾ ഒരുമിച്ച് ഒരു സൊസൈറ്റി രൂപീകരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് മെമ്പേഴ്സ് തന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു കോമൺ ഗോള് ആയിരിക്കണം. ദെൻ തേർഡ് വൺ പറയുന്നത് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊവൈഡിങ് സിസ്റ്റം ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ് ആൻഡ് അഡ്വൈസറി സർവീസസ്. ഇറ്റ് മസ്റ്റ് ബി ലെഫ്റ്റ് വിത്ത് NGOs, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് ഓർ റെലവൻറ്റ് ഗവൺമെൻറ് സ്ട്രക്ചേഴ്സ് അല്ലേ. അതായത് നമുക്കിവിടെ സിസ്റ്റം ഡെവലപ്മെൻറ്റ്, ട്രെയിനിങ്, അഡ്വൈസറി സർവീസസ് ഇതൊക്കെ നൽകാനുള്ള റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കണം? NGOസിനും അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾക്കും അതുപോലെ തന്നെ റെലവൻറ്റ് ഗവൺമെൻറ് സ്ട്രക്ചേഴ്സിനും ആയിരിക്കണം. അതായത് ഗവൺമെൻറ് അതോറിറ്റീസിനൊക്കെ ആയിരിക്കണം. അപ്പോൾ അതാണ് മറ്റൊരു റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങും അഡ്വൈസറി സർവീസസും അതുപോലെ തന്നെ ഇവരുടെ സിസ്റ്റം ഡെവലപ്മെൻറ്റും ഒക്കെ അത് NGOസും ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സുകളും പിന്നെ അതിന് പ്രാധാന്യമുള്ള ഗവൺമെൻറ് അതോറിറ്റീസുമാണ് അവരിലായിരിക്കും ഉണ്ടായിരിക്കുക. അവർക്കായിരിക്കും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. പിന്നെ പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷൻസ് ആ ഒരു നേച്ചുറൽ ബൗണ്ടറിക്കുള്ളിൽ വേണം സ്ഥാപിക്കാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിത്തിൻ എ വില്ലേജ്, ഇപ്പോൾ ഒരു വില്ലേജിനകത്ത് അങ്ങനെ. അപ്പോൾ ആ ഒരു സ്വാഭാവിക അതിർത്തിക്കുള്ളിൽ ഈ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മളെപ്പോഴും പറയാറുണ്ട് ഓപ്പറേഷണൽ ഏരിയ ചുരുങ്ങുന്നതിനനുസരിച്ചിട്ട് എഫിഷ്യൻസി നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു വില്ലേജിനകത്ത് അല്ലെങ്കിൽ ആ ഒരു നേച്ചുറൽ ബൗണ്ടറിക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനുള്ളിൽ സ്ഥാപിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത്രയും റൂൾസ് കൺസിഡർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് ഫോളോ ചെയ്തുകൊണ്ട് വേണം ഏത് രൂപീകരിക്കാനായിട്ട്, ഒരു പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ സ്ഥാപിക്കാനായിട്ട്. ദെൻ നമുക്ക് നെക്സ്റ്റ് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പോൾ ആഫ്രിക്കയിലെ ഗവൺമെൻറ്റും ഡോണേഴ്സൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസുകൾ അവരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകളെല്ലാം തന്നെ ലോക്കൽ സപ്പോർട്ട് ഓർഗനൈസേഷനുകളുടെ ടെക്നിക്കൽ കപ്പാസിറ്റി സ്ട്രെങ്തൺ ചെയ്യുന്നതിന് വേണ്ടി ഉള്ളതാണ്. അതായത് ലോക്കൽ സപ്പോർട്ട് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് NGOസും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ് അതോറിറ്റീസൊക്കെയാണ്. അപ്പോൾ ഇവരുടെ ടെക്നിക്കൽ കപ്പാസിറ്റി സ്ട്രെങ്തൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗവൺമെൻറ്റും ഡോണേഴ്സൊക്കെ അവർ ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ആഫ്രിക്കയിലെ സാധാരണ ഇങ്ങനെയുള്ള ഈ കോപ്പറേറ്റീവ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിലേർപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് സപ്പോർട്ട് ഓർഗനൈസേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ അവയ്ക്കൊന്നും ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഒരു റിക്വയർഡ് ടെക്നിക്കൽ കപ്പാസിറ്റി
ഇല്ലാത്ത, അത്രയും ആ ഒരു സാങ്കേതിക കഴിവുകളില്ലാത്ത കുറേ സപ്പോർട്ട് ഓർഗനൈസേഷനുകളാണ് നമുക്ക് ആഫ്രിക്കയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ പല കോപ്പറേറ്റീവ് ഓർഗനൈസേഷനുകളും പരാജയമായിരുന്നു. അതുപോലെ തന്നെ അത് ബെനഫിഷ്യറീസിനെ നിരാശപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യുന്നതിനുള്ള ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മൾട്ടി ആൻഡ് ബൈലേറ്ററൽ ഏജൻസീസ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മൾട്ടിലേറ്ററൽ ആൻഡ് ബൈലേറ്ററൽ ഏജൻസീസ് രൂപീകരിക്കണം. എങ്ങനെ? ഹു ഹാവ് അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ സ്കിൽസ്, അല്ലേ? അപ്പോൾ അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ടെക്നിക്കൽ സ്കില്ലോട് കൂടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഓരോ ബൈലേറ്ററൽ ഓർ മൾട്ടിലേറ്ററൽ ഏജൻസീസ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞു കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റിന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുള്ള ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് തന്നെ ഒരു അൺഅഫോർഡബിൾ എക്സ്പെൻസസ് അവർക്ക് വരുന്നുണ്ട്. അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് അതിന് തന്നെ അവർക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏജൻസീസ്, അല്ലേ, മൾട്ടി ആൻഡ് ബൈലേറ്ററൽ ഏജൻസീസ് അത് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് ഫോം ചെയ്യുക എന്നുള്ളത് അവരുടെ ആ ഒരു ഓപ്ഷൻ തന്നെ അവർക്ക് വളരെ വിദൂരമായിരുന്നു. അതായത് അവർക്ക് അടുത്തൊന്നും ചെയ്യാൻ പറ്റാത്ത അത്രയും അത്, കാരണം അവർക്ക് ആ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഓപ്പറേഷന് തന്നെ അവർക്ക് ഒരുപാട് എക്സ്പെൻസസ് വന്നിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം ഏജൻസികൾ അവർ തന്നെ സ്വന്തമായിട്ട് സിസ്റ്റം മെത്തേഡും അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇങ്ങനെ ഏജൻസീസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോണേഴ്സ് സപ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ അവർക്ക് പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ചിലവ് വന്നു. അപ്പോൾ അതിനാൽ തന്നെ ദീസ് ഏജൻസീസ് ആർ റിക്വയർഡ് ടു ഡെവലപ്പ് ദെയർ ഓൺ സിസ്റ്റം മെത്തേഡ് ആൻഡ് മെറ്റീരിയൽസ്. അപ്പോൾ ഓരോ ഏജൻസീസും അവരുടേതായിട്ടുള്ള സിസ്റ്റം മെത്തേഡും മെറ്റീരിയൽസൊക്കെ അവർ തന്നെ വികസിപ്പിച്ചെടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിലെ അക്കോപാം ഈ ഒരു സ്ട്രാറ്റജി വളരെ സക്സസ്ഫുൾ ആയിട്ട് വെസ്റ്റ് ആഫ്രിക്കയിൽ അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അക്കോപാം ഇത് വളരെ നല്ല രീതിയിൽ അത് വെസ്റ്റ് ആഫ്രിക്കയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ട്രെങ്തൺ ചെയ്യുക എന്ന് പറയുന്നത് അതത്ര ജസ്റ്റിഫൈഡ് ആയിരുന്നില്ല, ന്യായീകരിക്കപ്പെട്ടിരുന്നില്ല ഈ ഒരു ഇൻ ദ ഇറ ഓഫ് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്. ഈ ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഗവൺമെൻറ്റൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ട്രെങ്തൺ ചെയ്യുക എന്നുള്ളത് അത് ജസ്റ്റിഫൈഡ് ആയിരുന്നില്ല. അപ്പോൾ അവിടുത്തെ ഒരു ജനറൽ ആക്സെപ്റ്റഡ് വ്യൂസ് എന്ന് പറയുന്നത് they should confine themselves to function that cannot be transferred to the private sector. അതായത് പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്ത പ്രവർത്തനങ്ങളിൽ ഈ ഒരു ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ അതിലേക്ക് ഒതുങ്ങണം എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു ജനറൽ ആക്സെപ്റ്റഡ് വ്യൂ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടെ കോപ്പറേറ്റീവ്സുകൾക്ക് സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള അത് കംപ്ലീറ്റ് അത് നിർത്തലാക്കി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളതൊക്കെ എല്ലാ ഗ്രാൻറ്റുകളും ഫിനാൻഷ്യൽ അസിസ്റ്റൻസൊക്കെ ഒരുപാട് അവരത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരുപാട്, അതായത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരുപാട് കോപ്പറേറ്റീവ്സൊക്കെ അത് അവരെ നിർത്തി പോവുക ചെയ്തത്. പിന്നെ കുറേ എണ്ണം പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ പറ്റാത്ത ചില ഫംഗ്ഷനുകളുണ്ട്. ആ ഫംഗ്ഷനുകളിൽ മാത്രം ഒതുങ്ങി ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഒതുങ്ങി. ബാക്കിയെല്ലാം പറ്റാവുന്നതൊക്കെ പ്രൈവറ്റായിട്ട് പോവുകയും ചെയ്തു. കുറേയൊക്കെ അവർക്ക് ഫിനാൻഷ്യലി അവരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കുറേയൊക്കെ ആ ഒരു സ്ക്രീനിൽ നിന്ന് ഡിസപ്പിയർ ആവുകയും ചെയ്തു. അപ്പം അങ്ങനെയാണ് അവിടെ വരുന്നത്. പക്ഷേ വെസ്റ്റ് ആഫ്രിക്കയിലെ അക്കോപാമിനെ ഈ ഒരു സ്ട്രാറ്റജി സക്സസ്ഫുള്ളായിട്ട് അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്.
അപ്പോൾ അവിടെ 2-3 പോയിന്റ്സ് ആണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഗവൺമെൻറ് ഓർ ഡോണേഴ്സ് അവരുടെ ഭാഗത്തു നിന്ന് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷെ അത് ലോക്കൽ സപ്പോർട്ട് ഓർഗനൈസേഷൻ്റെ ടെക്നിക്കൽ കപ്പാസിറ്റി സ്ട്രെങ്തൻ ചെയ്യാനാണ് അവരത് ഇതാക്കിയിരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ആഫ്രിക്കയിൽ ധാരാളം സപ്പോർട്ട് ഓർഗനൈസേഷനുകൾ ഉണ്ട്, അവർക്ക് റിക്വയർഡ് ടെക്നിക്കൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് അസിസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. പിന്നെ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് മൾട്ടി ആൻഡ് ബയലേറ്ററൽ ഏജൻസീസ്, അപ്രോപ്രിയേറ്റ് ടെക്നിക്കൽ സ്കില്ലോട് കൂടെയുള്ള ഏജൻസീസ് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ അതും അവർക്ക് സാധ്യമായിരുന്നില്ല, കാരണം ഗ്രാസ് റൂട്ട് ലെവൽ ഓപ്പറേഷനുകൾക്ക് തന്നെ അവർക്ക് അഫോർഡബിൾ എക്സ്പെൻസസ് വന്നിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഈ ഏജൻസീസ് സ്വന്തമായിട്ട് സിസ്റ്റവും മെത്തേഡ്സും മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിക്കുകയാണോ ചെയ്തിരുന്നത്. അതിൽ അക്കോപാം ഈ ഒരു സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യുകയും ചെയ്തു. പിന്നെ ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഈ ഒരു സപ്പോർട്ട് ഓർ NGOs. അപ്പോൾ ഇതിനെ സ്ട്രെങ്തൻ ചെയ്യുക, അല്ലെങ്കിൽ ഗവൺമെൻറ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ജസ്റ്റിഫൈഡ് ആയിരുന്നില്ല ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അവരെ പ്രൈവറ്റ് സെക്ടറിലേക്ക് മാറ്റാൻ പറ്റാത്ത ഫംഗ്ഷനുകളിൽ അവരെ നിന്നു, ബാക്കിയൊക്കെ പ്രൈവറ്റൈസ്ഡ് ആയിട്ട് പോവുകയും ചെയ്തു. ദെൻ നെക്സ്റ്റ് നമുക്ക് അവരുടെ ക്യാപിറ്റൽ മൊബിലൈസേഷൻ എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ്റെ അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ മൊബിലൈസേഷനിൽ പറയുന്നത് നമുക്കിവിടെ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണ് അല്ലേ. ഇപ്പോൾ റൂറൽ ഏരിയാസിൽ നിന്ന് അവരുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്യുന്നതിനുള്ള, അല്ലെങ്കിൽ അവരുടെ സമ്പാദ്യങ്ങൾ സമാഹരിക്കുന്നതിനുള്ള ഒരു മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് തന്നെ ആണ്. അതേപോലെ തന്നെ ഈ ഒരു സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് സ്മോൾ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും കോസ്റ്റ് എഫിഷ്യൻ്റ് വേയിലെ അവർക്ക് ലോണുകളും മറ്റും നൽകുകയും ചെയ്തിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ മൊബിലൈസേഷൻ അതിലെ പ്രധാനം സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സ് ആണ്. അപ്പോൾ ഗ്രാമീണ പ്രദേശങ്ങളിൽ നിന്നുള്ള സമ്പാദ്യം സമാഹരിക്കുകയും അതുപോലെ തന്നെ സ്മോൾ പ്രൊഡ്യൂസേഴ്സിനും കൺസ്യൂമേഴ്സിനും ഒരു കോസ്റ്റ് എഫക്റ്റീവ് വേയിലെ അവർക്ക് ലോണുകൾ മറ്റും നൽകുകയും ചെയ്തിരുന്നു. ഇനി ആഫ്രിക്കയിലെ എപ്പോഴൊക്കെ ഇത് നടപ്പിലാക്കുന്നുവോ അത് നടപ്പിലാക്കുമ്പോഴെല്ലാം തന്നെ അവർക്ക് പ്രൊമോട്ടേഴ്സിൻ്റെയും അതുപോലെ തന്നെ ബെനഫിഷ്യറീസിൻ്റെയും എക്സ്പെക്റ്റേഷൻ ഉയർത്താനായിട്ട് സാധിച്ചിരുന്നു. അപ്പോൾ ബോത്ത് പ്രൊമോട്ടേഴ്സ് ആൻഡ് ബെനഫിഷ്യറീസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് റൈസ് ചെയ്യാനായിട്ട് ഈ ഒരു ക്രെഡിറ്റ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സാധിച്ചിരുന്നു. അതേപോലെ തന്നെ ഇവരെ മെമ്പർഷിപ്പ് ആൻഡ് സേവിങ്സിലും ഒരു റാപ്പിഡ് ഗ്രോത്ത് അവർക്ക് എല്ലായ്പ്പോഴും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും സേവിങ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു റാപ്പിഡ് ഗ്രോത്തിലേക്ക് അവർക്ക് നയിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അവരെ അതുപോലെ തന്നെ ഈ ഒരു റൂറൽ ക്രെഡിറ്റ് യൂണിയൻസ് ഉണ്ടല്ലോ ആഫ്രിക്കയിലെ, അപ്പോൾ ആ റൂറൽ ക്രെഡിറ്റ് യൂണിയൻസിനെ ഒരു സബ്സ്റ്റാൻഷ്യൽ നെറ്റ് സേവിങ്സ് ഒക്കെ അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചിരുന്നു. ഈ നെറ്റ് സേവിങ്സ് അവരെ യൂസ് ചെയ്തിരുന്നത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിനെ വായ്പ നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിൽ സാധാരണ ഷോർട്ട് ടേം ലോണുകളൊക്കെ ആയിട്ട് അവർക്ക് കൊടുക്കാനാണ്. എന്നിരുന്നാൽ കൂടെ ഈ ഒരു റൂറൽ ക്രെഡിറ്റ് യൂണിയൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മെമ്പേഴ്സിൻ്റെ സേവിങ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. കാരണം അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സ് കൊളാട്രൽ സെക്യൂരിറ്റീസ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു റൂറൽ ക്രെഡിറ്റ് യൂണിയൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സേവിങ്സ് ഓഫ് ദ മെമ്പേഴ്സ് തന്നെ ആയിരുന്നു. എന്നാൽ കൂടി അവരുടെ ഈ ഒരു സബ്സ്റ്റാൻഷ്യൽ നെറ്റ് സേവിങ്സ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ്സിനെ വായ്പ കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ക്യാപിറ്റൽ മൊബിലൈസേഷൻ ഈ ഒരു ഇതിനെ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ സേവിങ്സ് ആൻഡ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷനാണ്. അവരെ ജനങ്ങളിൽ നിന്നുള്ള സ്മോൾ സേവിങ്സ് ഒക്കെ അവരെ മൊബിലൈസ് ചെയ്യുന്നു, ദെൻ അത് ലോണുകളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ ആണ്.
ഹോറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ദെൻ ഇറ്റ് ജനറലി ഇംപ്രൂവ് ദ സസ്റ്റൈനബിലിറ്റി ഓഫ് ദ മൂവ്മെൻറ്റ്, എൻഹാൻസ് ഓട്ടോണമി, ദെൻ മേക്ക് ദ കോപ്പറേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് ഇൻ സപ്പോർട്ട് സർവീസസ് ഫീൽഡ്. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ സാധാരണ ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ, അതായത് സഹകരണ പ്രസ്ഥാനങ്ങളുടെ സസ്റ്റൈനബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക, അതുപോലെ തന്നെ അവരുടെ ഓട്ടോണമി എൻഹാൻസ് ചെയ്യുക, അതുപോലെ തന്നെ കോപ്പറേറ്റീവ് ഇൻഡിപെൻഡൻറ്റ് സപ്പോർട്ട് സർവീസ് ഫീൽഡിൽ അവരുടെ കോപ്പറേറ്റീവ് ഇൻഡിപെൻഡൻസ് കൊണ്ടുവരിക. അപ്പോൾ ഇതിനൊക്കെ അത് സഹായിച്ചിരുന്നു. അതുപോലെ തന്നെ ഡോണേഴ്സിൻ്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു കോപ്പറേറ്റീവ് യൂണിയനുകളും ഫെഡറേഷനുകളൊക്കെ രൂപീകരിക്കുന്നതിനെ ഡോണേഴ്സും സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഫെഡറേഷൻസ് ഒക്കെ രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡീസ് അത് നടത്തണം. അതുപോലെ തന്നെ അപ്രോപ്രിയേറ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ അവരെ ഡിസൈൻ ചെയ്യണം. ഇതിനനുയോജ്യമായിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെയിനിങ് അത് ഡിസൈൻ ചെയ്യുക. പിന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക, അല്ലേ? ഇപ്പോൾ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ക്യാപിറ്റൽ ആവശ്യമാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ളത്, അപ്പോൾ ആ ഒരു സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നൽകിക്കൊണ്ട് ഡോണേഴ്സും കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ഫെഡറേഷൻ്റെ രൂപീകരണത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫോർമലൈസിങ് ദ ഇൻഫോർമൽ സെക്ടേഴ്സ് ആണ്. അതായത് ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഫോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഫോർമലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് സോഷ്യൽ സർവീസസ് നൽകിക്കൊണ്ട്, അതായത് സാമ്പത്തികവും സാമൂഹികവുമായ സേവനങ്ങൾ നൽകുന്നതിലൂടെ അല്ലെങ്കിൽ അത് നൽകിക്കൊണ്ട് ഇൻഫോർമൽ സെക്ടേഴ്സിനെ, അതും എങ്ങനെയാണ്, ഒഫീഷ്യൽ റെക്കഗ്നേഷനോടുകൂടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ സർവീസസ് നൽകിക്കൊണ്ട് ഇൻഫോർമൽ സെക്ടേഴ്സിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൽ കോപ്പറേറ്റീവ്സിനെ വളരെയധികം പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിലെ വളരെ വലിയ ഒരു പങ്ക് അവർക്ക് വരുന്നുണ്ട്. അപ്പം അത് ഇങ്ങനെ ഒരു സ്യൂട്ടബിൾ ഓർഗനൈസേഷണൽ ഫോം ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് ഇത് വളരെ പ്രാധാന്യമുള്ളതുമാണ്. ഇപ്പോൾ ഒരു പ്ലാൻഡ് ഓർഗനൈസേഷൻ്റെ എക്കണോമിക് വയബിലിറ്റി, അതായത് അതിൻ്റെ സാമ്പത്തിക ഭദ്രത അത് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഇനീഷ്യൽ ഫേസിൽ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാർട്ടപ്പ് ഫേസിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പൂർണ്ണമായ ടെക്നിക്കൽ ആൻഡ് ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുന്നതിനും അതിനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷണൽ ഫോം കണ്ടെത്തുക, അതായത് ട്രേഡേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ജെൻഡർ ഓർ ഏജ് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഓർഗനൈസേഷണൽ ഫോം കണ്ടെത്തുക. ദെൻ അതിനെ ലീഗൽ സ്റ്റാറ്റസ് അപ്രോപ്രിയേറ്റ് അതുപോലെ ലീഗൽ സ്റ്റാറ്റസ് അനുയോജ്യമായിട്ടുള്ളത് നൽകുക. ഇതിനൊക്കെ വളരെ പ്രാധാന്യം ഉണ്ട്. അതുപോലെ തന്നെ കോപ്പറേറ്റീവ്സ് ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവരുടെ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെക്ടറിനിടയിലുള്ള ഒരു ബ്രിഡ്ജായിട്ട് നിൽക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഫോർമലൈസ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു സെക്ടറിൽ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡെവലപ്മെൻറ്റ് ആൻഡ് ബിസിനസ് അഡ്വൈസറി സർവീസസ്, ദെൻ കോപ്പറേറ്റീവ്സ് ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ്, ദെൻ അതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ്, ദെൻ ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, കപ്പാസിറ്റി ബിൽഡിംഗ് ഇൻ സപ്പോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, ക്യാപിറ്റൽ മൊബിലൈസേഷൻ, ദെൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഇൻ്റഗ്രേഷൻ, ഫോർമലൈസിങ് ദ ഇൻഫോർമൽ സെക്ടേഴ്സ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്തത്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.